സത്യം പറഞ്ഞാൽ സാറിനെ ഫേസ് ചെയ്യാൻ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. സാറെന്ന് പറഞ്ഞതെല്ലാം ഇപ്പോഴെങ്കിലും പ്രകാശിന് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. എൻ്റെ കാര്യങ്ങളെല്ലാം സാറിന് അറിയാമല്ലോ. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വളരെയധികം ക്രൂശിക്കപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അവസാന നിമിഷം വരെ നീതിക്ക് വേണ്ടി അദ്ദേഹം പോരാടി. അച്ഛനെ പിടിച്ചു നിൽക്കാനായില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന അച്ഛൻ്റെ ബോഡിയുടെ ചിത്രം ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ മുഖത്തെ നിസ്സഹായത എൻ്റെ ജീവിതത്തിൽ ഒരു നിഴലായി കിടന്നിരുന്നു. ഈ ലോകത്ത് പണമാണ് ഏറ്റവും വലുതെന്ന ഫിലോസഫിയിലേക്കാണ് അതൊക്കെ എന്നെ കൊണ്ടെത്തിച്ചത്. പക്ഷേ ഇന്നെനിക്ക് പ്രകാശ് ഡിപ്രസ്ഡ് ആകേണ്ട കാര്യമില്ല. ടേക്ക് തിങ്സ് ആസ് ദേ കം. നിങ്ങൾക്ക് പശ്ചാത്തലം തോന്നി തുടങ്ങിയത് തന്നെ ഒരു നല്ല കാര്യമല്ലേ? സാർ, കൈമലിനെതിരെ നമുക്ക് ഒരുമിച്ച് ഇന്ന് ഫൈറ്റ് ചെയ്യാം. എനിക്ക് സാറിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ കഴിയും. പ്രകാശിന്റെ സ്പിരിറ്റ് ഞാൻ ഉൾക്കൊള്ളുന്നു, അഭിനന്ദിക്കുന്നു. ബട്ട് നേരത്തെ പറഞ്ഞതുപോലെ യു ആർ ലിറ്റിൽ ബിറ്റ് ലേറ്റ്. എനിക്ക് ട്രാൻസ്ഫർ ആണ്, പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്ന് ആ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന പ്രയോഗത്തോടെ എനിക്ക് യോജിപ്പില്ല. എവിടെ ചെന്നാലും ജോലി ചെയ്യുക സത്യസന്ധമായി, ആത്മാർത്ഥതയോടെ, അത്രേ ഉള്ളൂ. സാർ, ഈ ട്രാൻസ്ഫറിന്റെ പിന്നിലും കൈമളിന്റെ കൈകളാണ്. ഐ എം ഷുവർ. ആയിരിക്കാം. ലീവ് ഇറ്റ് പ്രകാശ്. അറ്റ്ലീസ്റ്റ് ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി കൈമളിനെതിരെയുള്ള പോരാട്ടത്തിന് ഒരു സ്പാർക്ക് ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഈ സമയത്ത് സാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വളരെയധികം ഹെൽപ്പ് ആകുമായിരുന്നു. എന്റെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. എന്റെ എല്ലാ മോറൽ സപ്പോർട്ടും പ്രകാശനുണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നമസ്കാരം മാഷേ. ഇരിക്കൂ. അയ്യോ, ഇരിക്കാനൊന്നും സമയമില്ല. മാഷൊന്ന് വേഗം റെഡിയായിട്ട്. ശ്യാം പ്രകാശ് മാഷയുടെ വരവും പ്രതീക്ഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുക. എന്റെ മാഷേ, പ്രശ്നങ്ങളെല്ലാം തീർന്നു. മോഹനും ഗീതയും തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് അളിയെ സമ്മതിച്ചു. വെറുതെ എന്തിനാ മാഷേ കേസും വഴക്കും വയ്യാവലും ഒക്കെ? മാഷൊന്ന് വന്നാട്ടെ. ഞാനൊന്ന് ഡ്രസ് ഇതൊക്കെ മതിയെന്നേ. ഞാൻ ഗീതയോട് പറഞ്ഞിട്ട് അച്ഛൻ ആ കൈമളിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം മോളെ. ശ്യാം അവിടെ വെയിറ്റ് ചെയ്യാ. ഇറങ്ങാം. പോയിട്ട് വരട്ടെ മോളെ. പ്രകാശ് ഉടനെ എത്തും. ഇപ്പൊ ഫോൺ വന്നിരുന്നു. ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. പ്രകാശ് വരട്ടെ മാഷേ, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. പ്രകാശും ഞങ്ങളും എങ്ങനെ കഴിഞ്ഞിരുന്നവരാണെന്ന് മാഷക്ക് അറിയാമല്ലോ. ആ ബന്ധത്തിന് കോട്ടം തട്ടുന്ന ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മാഷേ, നടക്കാൻ പാടില്ലാത്താണ് നടന്നത്. ഗീതയെ പോലെ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനൊരു അനുഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മോഹൻ ഗീതയെ തന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുകയല്ലേ മര്യാദ. എന്താ ഇനിയും പ്രകാശനെ കാണാത്തത്? മാസ്റ്റർക്ക് ധൃതിയുടെ പൊക്കോളൂ. ഞാൻ പ്രകാശിനെ വീട്ടിൽ ചെന്ന് കണ്ടോളാം. അങ്ങനെ ആയിക്കോട്ടെ. ആ വാസവ, മാസ്റ്ററെ വീട് വരുന്നു ഡ്രോപ്പ് ചെയ്തേ. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അപ്പോ അങ്ങനെയാട്ടെ. അറിയാ, ഉദ്ദേശം 1 മണിക്കൂർ ആയല്ലോ. ഇത്ര സമയം പോരെ അവർക്ക്? ധാരാളം. ഞാൻ കൈമളിനെ വിളിച്ചെന്നോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ശ്യാമുമായി സംസാരിച്ചെന്ന് പറഞ്ഞതോ? ഇതിലെന്തോ ചതിയുണ്ടല്ലോ മാഷേ. വന്നാട്ടെ.
ബോഡി എവിടെ ഹാങ് ചെയ്തിരുന്നത്? അവിടെയാണ് സർ. ഭദ്രൻ സർ, ഡെഡ് ബോഡിയിൽ നിന്ന് കണ്ടെടുത്ത കത്താണ്. കൈമളിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ ശ്യാംപ്രകാശ് എന്നെ ഒരു കരുവാക്കിയതാണ്. ശ്യാംപ്രകാശ് പറഞ്ഞതനുസരിച്ചാണ് മോഹൻ എന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു നാടകം കളിക്കാൻ ഞാൻ നിർബന്ധിതയായത്. മോഹൻ തികച്ചും നിരപരാധിയാണ്. അയാളെ ഇത്തരത്തിൽ ക്രൂശിക്കുന്നതിൽ മനം കൊണ്ടാണ് ഇങ്ങനെയൊരു കൃത്യം ഞാൻ ചെയ്യുന്നത്. എന്റെ മരണത്തിന് ഉത്തരവാദി ഞാൻ മാത്രമായിരിക്കും എന്ന് ഗീത. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും സ്റ്റേറ്റ്മെന്റ്സ് വാങ്ങണം. ശരി സാർ. സംഭവം നടക്കുമ്പോൾ മോഹൻ ബോംബെയിലായിരുന്നു എന്ന് വാദിക്കാൻ പോകണമെന്നാണ് വക്കീല് പറഞ്ഞത്. അതിനുള്ള തെളിവുകൾ ഒപ്പിച്ചോളാമെന്ന് അയാൾ ഏറ്റിട്ടുണ്ട്. സമ്മതിച്ചു. പക്ഷേ നമ്മൾ ഈ വാദിക്കാൻ പോകുന്ന പോയിന്റുകളെല്ലാം ഫോർസീവ് ചെയ്യാൻ കഴിവുള്ളവനാ പ്രകാശ്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലേ? മിസ്റ്റർ പ്രകാശ്, കാണിച്ച സന്മനസ്സിന് നന്ദി പറയാനാ വന്നത്. പ്രകാശ്, സത്യമായിട്ടും ഞങ്ങൾ എല്ലാം മറന്ന് ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നതാ. ഇങ്ങനെയെല്ലാം വരും. മിണ്ടിപ്പോകരുത്. ഇതാണോ നിങ്ങൾ പറഞ്ഞ ഷോക്കുകൾ? കണക്കുകൾ തീർക്കാൻ എനിക്കും അവകാശമുണ്ട്. മറക്കണ്ട, പേടിക്കണ്ട. വയലൻസ് അല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. അത്ര പെട്ടെന്ന് നിങ്ങളൊന്നും മരിക്കാനും പാടില്ല. നിയമമാണ് എന്റെ ആയുധം. ഇത്രയും നാൾ നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്ന അതേ നിയമം കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിപ്പിക്കും. നമ്മുടെ ബാറ്റിൽ ഇപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്. ഈ നിയമയുദ്ധത്തിൽ പരമാവധി ശിക്ഷ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരും. അതുവരെ എനിക്ക് വിശ്രമമില്ല. ഇതെന്റെ പ്രതിജ്ഞയാണ്. ഇറ്റ്സ് മൈ പ്ലെഡ്ജ്. പിന്നെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അഡ്വക്കേറ്റ്സിനെ വരുത്തി എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. നിയമത്തിന്റെ കളി വളരെയധികം കളിച്ചിട്ടുള്ളവനാണ് ഞാൻ. I know how to fight and win this case. This is my challenge.